ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ചൂസ് അക്കാഡമി. പരീക്ഷകൾ അടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്. പഠിച്ചവരും പഠിക്കാത്തവരും പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ആക്കിയവരും ആക്കാത്തവരും എല്ലാവരും തിരയുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് മിനിറ്റ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫോക്കസ് ഏരിയ കണ്ടുപിടിക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് നമുക്ക് അതിനുള്ള ആശ്രയം എന്ന് പറയുന്നത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എങ്ങനെയായിരുന്നു മുന്നത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺസ്, ഏതൊക്കെ ഏരിയാസ് ആണ് ടച്ച് ചെയ്ത് പോയത്, കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ആ ഏരിയാസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ എൻറ്റയർ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്നിട്ടുള്ള ജൂലൈയിലെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒറ്റ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഒറ്റ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നമുക്ക് ഇനഫ് ആണ് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഫോക്കസ് കണ്ടുപിടിക്കാനായിട്ട്. ഇതിന്റെ മുന്നത്തെ പരീക്ഷകളിൽ എല്ലാം തന്നെ ഈ ഏരിയാസിൽ നിന്നാണ് ടച്ച് ചെയ്ത് പോയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏരിയാസ് ഏതൊക്കെയാണെന്ന്. ഇതിന് മുന്നത്തെ നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് മിനിറ്റ് ഫോക്കസ് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ എന്നാൽ ഈ ലേറ്റസ്റ്റ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്കൊന്ന് പരിചയമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അധികം വൈകാണ്ട് നമുക്ക് ഈ ഏരിയാസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. Study the subtitles of important works. Important worksന്റെ സബ്ടൈറ്റിൽസ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള ഒട്ടുമിക്ക വർക്ക്സിനും സബ്ടൈറ്റിൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദോ, എത്ര വർക്ക്സിനാണ് സബ്ടൈറ്റിൽസ് ഉള്ളത് അല്ലെ? ഒരുപാട് വർക്ക്സിന് സബ്ടൈറ്റിൽസ് ഉണ്ട്. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിന്റെ സബ്ടൈറ്റിൽസ് പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫെമിനിസം ആൻഡ് ദ സബ്വേർഷൻ ഓഫ് ഐഡന്റിറ്റി ഇസ് എ സബ്ടൈറ്റിൽ ഓഫ് ഡാഷ്. Bodies that matter, gender trouble, excitable speech undergoing gender. Actually, gender trouble എന്ന് പറയുന്ന ജൂഡിത്ത് ബട്ട്ലറിന്റെ വർക്കിലാണ് ഫെമിനിസം ആൻഡ് സബ്വേർഷൻ ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സബ്ടൈറ്റിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ആയത് 1990-ലാണ്. ആൻഡ് ക്വയർ തിയറിയുടെയും ജെൻഡർ സ്റ്റഡീസിന്റെയും ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വർക്കാണ് ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ. കുറച്ച് ട്രഡീഷണൽ കൺസെപ്റ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെൻഡർ, ഇതിന്റെ കാര്യങ്ങൾ, എസ്പെഷ്യലി ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് ഇൻഹറൻറ്റ് ഓർ ബയോളജിക്കലി ഡിറ്റർമൈൻഡ് അല്ലെ. നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ സെക്സ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ? സെക്സ് ഇസ് സംതിങ് ബയോളജിക്കലി, ജെൻഡർ ഇസ് സംതിങ് സോഷ്യലി ഡിറ്റർമൈൻഡ്. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ വന്നത് ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൽ നിന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം, ജെൻഡർ ട്രബിൾ ആരുടെ വർക്കാണ്, അല്ലെങ്കിൽ ക്യൂർ തിയറിയുടെയും ജെൻഡർ സ്റ്റഡീസിന്റെയും ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ഏതാണ്, 1990 പബ്ലിഷ് ആയിട്ടുള്ള ജൂഡിത്ത് ബട്ട്ലറിന്റെ ടെക്സ്റ്റ് ഏതാണ്, ഈ ഒരു ടെക്സ്റ്റിലാണ് ജെൻഡർ ഇസ് നോട്ട് ബയോളജിക്കലി ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന എന്ന കൺസെപ്റ്റ് ബട്ട്ലർ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ട്രൈ ടു ഗീവ് മച്ച് ഫോക്കസ് ടു ദ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് കൺസേൺ വിത്ത് ദ ടെക്സ്റ്റ്. The book which bears the subtitle From This World to That Which Is To Come, നമ്മുടെ ജോൺ ബണിയന്റെ പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ സബ് ടൈറ്റിൽ ആണ്. ആക്ച്വലി ഇതിന്റെ ഫുൾ ടൈറ്റിൽ വരുന്നത് ദ പിൽഗ്രിം പ്രോഗ്രസ് ഫ്രം ദിസ് വേൾഡ് ടു ദാറ്റ് വിച്ച് ഈസ് യെറ്റ് ടു കം. ഇത് ഒരു അലഗോറിക്കൽ, ഒരു റിലീജിയസ് അലഗോറിക്കൽ വർക്കാണ്. ഈ ഒരു വർക്കിനകത്ത് എന്താണ്, ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആളുടെ ഒരു യാത്രയാണ്. ക്രിസ്ത്യൻ എന്ന് പറയുന്ന വ്യക്തി തന്റെ ഹോം ടൗൺ ആയിട്ടുള്ള സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്നും സെലസ്റ്റിയൽ സിറ്റിയിലേക്കുള്ള യാത്രയാണ് ഈ ഒരു ബുക്കിനകത്ത് വിശദീകരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു വർക്ക് നമ്മുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ റിവേഴ്സ് വർക്കാണ്. ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ ആ മനുഷ്യൻ നല്ല ഒരു വേൾഡിൽ നിന്നും നരകത്തിലേക്ക് പോവുകയാണ്. ആൻഡ് ഇവിടെ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്നും സെലസ്റ്റിയൽ സിറ്റിയിലേക്കാണ് നമ്മുടെ ക്രിസ്ത്യന്റെ യാത്ര. ഇനി ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ക്ലോസിംഗ്
opening and important lines or phrases from important works. അത് poem ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലിറ്റററി ക്രിട്ടിക്കൽ വർക്ക്സ് ആവാം. അതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ക്ലോസിംഗ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ നോക്കുക. റൊളാൻഡ് ബാർട്സ് ഡെത്ത് ഓഫ് ഓതർ. നമുക്കറിയാം റൊളാൻഡ് ബാർട്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഡെത്ത് ഓഫ് ഓതർ. ഇത് ബിഗിൻ ചെയ്യുന്നത് ഒരു റെഫറൻസോട് കൂടിയിട്ടാണ്. ബ്ലേക്കിന്റെ സരാസൈൻ എന്ന് പറയുന്ന ഒരു റെഫറൻസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ എന്ന് അറിയില്ല. ആക്ച്വലി അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഒരു വർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് റൊളാൻഡ് ബാർട്സ് അദ്ദേഹത്തിന്റെ ആ ഒരു ഡെത്ത് ഓഫ് ഓതർ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ എക്സാമ്പിൾ പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? way in which critics and readers often focus on author's biography, intentions and personal life when interpreting a text. അദ്ദേഹം പറയുന്നത് ഈ ഒരു വർക്കിന്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറയാണ് ക്രിട്ടിക്സും റീഡേഴ്സും ഓതറിന്റെ ബയോഗ്രഫിയും ആ ഓതറിന്റെ പേഴ്സണൽ ലൈഫും വെച്ചിട്ടാണ് ഒരു വർക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. എന്നാൽ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് അപ്രോച്ച് റെസ്ട്രിക്ട്സ് ദ മീനിങ് ഓഫ് വർക്ക്സ് ടു ദ ഓതേഴ്സ് പേഴ്സണൽ കോണ്ടെക്സ്റ്റ്. നമ്മളിങ്ങനെ ആ ഓതറിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു വർക്കിനെ അനലൈസ് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു അനാലിസിസ് ആ ഓതറിന്റെ പേഴ്സണൽ കോണ്ടെക്സ്റ്റിൽ മാത്രം നമ്മൾ സർക്കിൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റിന്റെ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് അറിയാൻ സാധിക്കാണ്ട് പോകും. അപ്പൊ ഈ ഒരു വർക്ക് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Home is where we gather grace is the concluding line of the poem. A.K. രാമാനുജന്റെ എന്റർപ്രൈസ് എന്ന് പറയുന്ന പോയത്തിന്റെ കൺക്ലൂഡിംഗ് ലൈൻ ആണ് ഈ ഒരു ഹോം ഇസ് വെയർ വി ഗ്യാദർ ഗ്രേസ്. ആക്ച്വലി നമ്മൾ ഈ ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും ഫ്രേസസും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ഒരു ഏരിയ ആണ്. The novel, which ends with the line, "All art is quite useless," the picture of ഡോറിയൻ ഗ്രീ. ഓസ്കാർ വൈൽഡിന്റെ നോവലായിട്ടുള്ള പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രീയുടെ ലാസ്റ്റ് ലൈനാണ് ഓൾ ദ ആർട്ട് ഇസ് ക്വൈറ്റ് യൂസ്ലെസ്. ഓസ്കാർ വൈൽഡ് ഈ ഒരു വർക്ക് ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് 1890ലാണ്. ഇത് സ്റ്റോറി പറയുന്നത് ഡോറിയൻ ഗ്രേ എന്ന് പറയുന്ന ഒരു യങ് മാൻ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടി ഹു ബിക്കെയിം സബ്ജക്ട് ഓഫ് പോർട്രേറ്റ് ബൈ ദ ആർട്ടിസ്റ്റ് ബേസിൽ ഹോൾവാർഡ്. ഇതിനകത്താണ് ഈ ഒരു വർക്കിന്റെ കൺക്ലൂഡിംഗ് ലൈനാണ് ഓൾ ദ ആർട്ട് ഇസ് ക്വൈറ്റ് അൺലെസ്. Far, far away, dissolve and quite forget what thou among the leaves as never know. This line occurs in the poem. ഇത് വരുന്നത് നമ്മുടെ ജോൺ കീറ്റ്സിന്റെ ഓട്ട് ടു എ നൈറ്റിംഗേൾ എന്ന് പറയുന്ന പോയറ്റിനകത്താണ്. ഈ ഒരു പോയറ്റിനകത്ത് കീറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്തൊക്കെയാണ്? ട്രാൻസൈൻസ്, എസ്കേപ്പ്, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഐഡിയൽ വേൾഡ് ഓഫ് നൈറ്റിംഗേൾ സോങ് ആൻഡ് ദ ഹാർഷ് റിയാലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വർക്ക്സ്, പോയിംസ്, നോവൽസ്, ഇതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ നോക്കണം. Through the window I see no star, something more near, thou deeper with the darkness is entering the loneliness. Identify the poem. ടെഡ് ഹ്യൂസിന്റെ പോയമായിട്ടുള്ള തോട്ട് ഫോക്സിന്റെ വരികളാണിത്. ആക്ച്വലി നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ വിൻഡോയിലൂടെ നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം ഡാർക്ക്നെസ്സിൽ എൻറ്റർ ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ആക്ച്വലി ടെഡ് ഹ്യൂസ് ഒരു നമ്മൾ പറയുന്നു റൈറ്റേഴ്സ് ബ്ലോക്ക് ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് രാത്രി ഒരു തണുപ്പ് കയറുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ഫോക്സിന്റെ ഫീല് വരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഒരു റിയൽ ഫോക്സ് ഒന്നുമല്ല. അദ്ദേഹത്തിന് കിട്ടുന്നൊരു പോയറ്റിക് ഇൻസ്പിറേഷൻ ഫോക്സിന്റെ മെറ്റഫോർ ഉപയോഗിച്ച് പറയുന്നതാണ് ഈ ഒരു പോയം. Yet epitaph cast a cold eye on life on death, whose man passed by is taken from the poem Under Ben Bulwen. ഇത് 1939 പബ്ലിഷ് ആക്കിയിട്ടുള്ള, ഇത് എഡ്സിന്റെ മരണശേഷം 6 months ആഫ്റ്റർ എഡ്സ് പബ്ലിഷ് ആക്കിയിട്ടുള്ള വർക്കാണ്. ഈ ഒരു വർക്കിനകത്താണ് എപ്പിറ്റഫ് ആയിട്ടുള്ള കാസ്റ്റ് എ കോൾഡ് ഐ ഓൺ ലൈഫ് ഓൺ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു എപ്പിറ്റഫ് വരുന്നത്. ഇനി ക്യാരക്ടർ ലിസ്റ്റ്. നിങ്ങൾക്കറിയാം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ക്യാരക്ടർ ലിസ്റ്റും ഇമ്പോർട്ടൻറ്റ് വർക്ക്സും പഠിക്കാതെ പോകാനായിട്ട് അസാധ്യമാണ് അല്ലേ? ഹുസ് എ നറേറ്റർ ഇൻ രാജാ റൗസ് കാന്തപുരം. നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിനെ പഠിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാം ഇത്രയും ക്യാരക്ടേഴ്സിനെ എങ്ങനെ പഠിക്കാൻ പറ്റും? എല്ലാ ക്യാരക്ടേഴ്സിനെയും പഠിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നറേറ്റർ, പ്രൊട്ടാഗണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, ഫീമെയിൽ ലീഡിങ് ക്യാരക്ടർ, അതിനകത്ത് കോമിക് എലമെന്റ്സ് ചെയ്യുന്ന ക്യാരക്ടർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തതൊന്ന് സെറ്റ് ഒരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. ഹുസ് എ നറേറ്റർ ഇൻ രാജാ റൗസ് കാന്തപുര. കാച്ച, അച്ചക്ക.
രാജാറാവിന്റെ കാന്തപുര എന്ന് പറയുന്ന വർക്കിന്റെ നറേറ്റർ അച്ചക്കയാണ്. ഒരു എൽഡർലി വുമൺ ആണ്. നമ്മുടെ കാന്തപുര എന്ന് പറയുന്ന വില്ലേജിലുള്ള എൽഡർലി വുമൺ ആണ്. ആക്ച്വലി ഈ ഒരു സ്ത്രീ കൗണ്ട് ചെയ്യുന്നത് റൈസ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും അതേപോലെ മഹാത്മാഗാന്ധി അവരുടെ പേഴ്സണൽ ലൈഫിൽ കൊടുത്തിട്ടുള്ള ഇൻഫ്ലുവൻസും ഒക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഈ ഒരു നറേറ്ററിന്റെ പെർസ്പെക്റ്റീവിലാണ് ആ വില്ലേജേഴ്സിന്റെ മൊത്തത്തിൽ ആ ഒരു ഇമ്പാക്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിളും അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന സോഷ്യൽ ഡൈനാമിക്സും ഒക്കെ രാജാറാവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Ebenezer Scrooge is a synonym for a miser in English language appears in the novel Christmas Carol. ചാൾസ് ഡിക്കൻസിന്റെ ക്രിസ്മസ് കാരലിലാണ് എബനൈസർ സ്ക്രൂജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മൈസർ, നമ്മുടെ പിശുക്കന്റെ പര്യായ പദം എന്ന് പറയാൻ പറ്റുന്ന ഈ ഒരു ക്യാരക്ടർ വരുന്നത്. ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. ഫാർ ഫ്രം ദ മാറ്റ്ലിംഗ് ഗ്രൗണ്ട്, റിട്ടേൺ ഓഫ് നേറ്റീവ്, മെയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്, ടെസ്റ്റ് ഓഫ് ടവർബിൾസ്. ഇതെല്ലാം തന്നെ തോമസ് ആഡിയുടെ വർക്ക്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന അതിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ഫാർ ഫ്രം ദ മാറ്റ്ലിംഗ് ക്രൗഡ് എന്ന് പറയുന്ന വർക്കിലാണ് ഗബ്രിയൽ ഓക്ക്, നിങ്ങൾക്ക് അറിയാം ഫാർ ഫ്രം ദ മാറ്റ്ലിംഗ് ക്രൗഡ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത് നമ്മുടെ തോമസ് ഗ്രേയുടെ എലജിയിൽ നിന്നിട്ടുമാണ്. ദെൻ റിട്ടേൺ ഓഫ് നേറ്റീവ്, Xylem Yobright, Mayor of the Casterbridge Susan, Tess of the Dowables, Lisalu. Then നമുക്ക് ലിറ്ററേച്ചർ പോർഷൻ്റെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ട ഒരു പോർഷനാണ് പെഡഗോജിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെഡഗോജിക്കൽ സെക്ഷൻ നോക്കാം. Who is the founder of critical pedagogy? Paulo Freire ആണ്. Paulo Freire ആണ് critical pedagogyയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന. അദ്ദേഹത്തിന്റെ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയുന്ന 1968 പബ്ലിഷ് ചെയ്ത ഈ ഒരു വർക്കാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫിയുടെയും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പെഡഗോജിയുടെയും നമ്മൾ ഒരു ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിനകത്ത് എംഫസൈസ് ചെയ്യുന്നത് എഡ്യൂക്കേഷന്റെ റോൾ ഇൻ ഫോസ്റ്ററിംഗ്, അതുപോലെ സോഷ്യൽ ജസ്റ്റിസ്, എംപവർമെന്റ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. പൗലോ ഫെയർ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ കൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിങ് മോഡലാണ്. ബാങ്കിങ് മോഡലിൽ കുട്ടികൾ അറിവ് സ്വീകരിക്കുന്ന പാസീവ് റെസിപ്പിയൻസ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു ബാങ്കിങ് സിസ്റ്റം ഒരു മോഡൽ വേണ്ട. വി ഹാവ് ടു ചലഞ്ച് ദാറ്റ് ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ബാങ്കിങ് മോഡൽ. അതിന് പകരം നമ്മളൊരു ഡയലോഗിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കുട്ടികളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. Dash method, students learn grammatical rules and then those rules by translating sentences between the Targic language and native language. Grammatical rules Targic language, native language അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലാണ്. ആക്ച്വലി ദിസ് ഇസ് ദ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെത്തേഡ് വിച്ച് വി യൂസ് ടു ടീച്ച് സെക്കൻഡ് ലാംഗ്വേജ്. അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിന് തന്നെയാണ്. അതേപോലെ കൂടുതലായിട്ടും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും സ്കിൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ലാറ്റിൻ, ഗ്രീക്ക് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡും കൂടിയാണ്. ലിംഗ്വിസ്റ്റിക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. Which of the following terms is used to refer idiosyncrasies of an individual speaker? Actually നിങ്ങൾ ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ലിംഗ്വിസ്റ്റിക്സിൽ കുറച്ച് കീ ടേംസും കീ ടെക്സ്റ്റും ഉണ്ട്. അത് നിങ്ങൾ പഠിക്കാനായിട്ട് വിട്ടുപോകരുത്. ഒരു ഇൻഡിവിജ്വലിന്റെ ഡയലോഗ് വെറൈറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇഡിയോലെക്റ്റ് എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലിനും അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ലാംഗ്വേജ് പാറ്റേൺസ് ഉണ്ട്, സ്പീച്ച് ഹാബിറ്റ് ഉണ്ട്. അവർ ചൂസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ വെറൈറ്റി ഓഫ് വേർഡ്സ് ഉണ്ട്, അവരുടെ വൊക്കാബുലറി ഉണ്ട്, പ്രൊനൗൺസിയേഷൻ ഉണ്ട്, ഗ്രാമർ ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. ഒരു വ്യക്തിയുടെ ലാംഗ്വേജ് വെറൈറ്റിക്ക് പറയുന്ന പേരാണ് എന്ന് പറയുന്നത്. Competence and performance are associated with Noam Chomsky, Langum Barolum, Swishwarum. Actually, competence and performance എന്ന് പറയുന്നത്, കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഹെറൻറ്റ് നോളജ് അല്ലെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള തിയററ്റിക്കൽ നോളജിനാണ് നമ്മൾ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ആ തിയററ്റിക്കൽ ആക്ച്വൽ യൂസ് ആണ്, റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്താണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിനകത്ത് വരുന്നത് ഹൗ വി യൂസ് ദ ലാംഗ്വേജ് ഇൻ അവർ റിയൽ ലൈഫ്. അപ്പൊ കോമ്പീറ്റൻസ് അതിന്റെ നമ്മുടെ ഉള്ളിലുള്ള ഒരു അബ്സ്ട്രാക്ട് നോളജും അതിന്റെ കോൺക്രീറ്റ് യൂസ് ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് ലാങ്ങും പരോളും. The process of shifting from one language or dialect to another depending on the social context or conversational setting is called code switching. നമ്മൾ ഒറ്റ
നമ്മുടെ യൂസിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ച് ഓഫ് സംസാരത്തിൽ തന്നെ നമ്മൾ രണ്ട് ലാംഗ്വേജിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എസ് കോഡ് സ്വിച്ചിങ്. നമ്മളൊരു സ്വിച്ച് ഓണും ഓഫും ചെയ്യുന്നത് പോലെ വി ആർ സ്വിച്ചിങ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ ലാംഗ്വേജ്. ഇതിന് പറയുന്ന പേരാണ് കോഡ് സ്വിച്ചിങ്. Next one is the influence of language learners' first language on the production of language they learn is called L1 interference. നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുവാണെങ്കിൽ, ദാറ്റ് മീൻസ് വെൻ വി ആർ ലേണിംഗ് സെക്കൻഡ് ലാംഗ്വേജ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് L1 interference. L1 എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ് ആണ്, ആൻഡ് L2 എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലാംഗ്വേജ്. Then criticism. But according to Coleridge, is the living power and prime agent of all human perception. നിങ്ങൾ linguistics പഠിക്കുമ്പോൾ criticism പഠിക്കുമ്പോൾ you have to give importance to both classical and the modern criticism. കോളറിഡ്ജിന്റെ ഈ ഒരു കൺസെപ്റ്റിന്റെ പേരാണ് പ്രൈമറി ഇമാജിനേഷൻ. കോളറിഡ്ജ് പ്രൈമറി ഇമാജിനേഷനെ കുറിച്ചും സെക്കൻഡറി ഇമാജിനേഷനെ കുറിച്ചും പറയുന്നത് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ലിറ്റററി എന്ന് പറയുന്ന വർക്കിന്റെ ചാപ്റ്റർ 13ലാണ്. ആക്ച്വലി പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു നോർമൽ പെർസ്പെക്റ്റീവാണ്. പ്രൈം ആയിട്ടുള്ള നമ്മുടെ പെർസെപ്ഷനാണ് പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൈം ഏജന്റിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൈം കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ഇമാജിനേഷനിലൂടെയാണ് നമ്മൾ റൈറ്റേഴ്സ് ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്ത് പുതിയ വർക്ക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. Defamiliarization is associated with. Defamiliarization എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് വിക്ടർ ഷെക്ലോവ്സ്കിയിലാണ്. റഷ്യൻ ഫോർമുലിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആണ്. ആക്ച്വലി എന്താണ് അരിസ്റ്റോട്ടിൽ തന്റെ കഥാർസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ പറഞ്ഞത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അരിസ്റ്റോട്ടിൽ കഥാർസിസിലൂടെ പറഞ്ഞത് നമ്മൾ ചില വർക്ക്സ് കാണുമ്പോൾ നമ്മൾ ഇമോഷണലി ആ വർക്കുമായിട്ട് സെറ്റായി പോവുകയും അതുമൂലം നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് പർഗേറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഡീഫെമിലറൈസേഷൻ എഫക്റ്റ് വർക്കിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ മാത്രമാണ് ഒരു റീഡർക്ക് അല്ലെങ്കിൽ ഒരു വ്യൂവർക്ക് അതൊരു പീസ് ഓഫ് ആർട്ട് ആണെന്ന് പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ലിസ്റ്റ്, ക്രിറ്റിസിസം, ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിൽ എസ്പെഷ്യലി കീ ടേംസ് ആൻഡ് കീ വർക്ക്സ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ലൈൻസ് ഓഫ് ദി വർക്ക്സ്, ക്യാരക്ടർ ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയ പെഡഗോജിക്കൽ സെക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.